ഈ കഴിഞ്ഞ ദിവസം ഹോട്ട്സ്റ്റാറിലെ സംഭവം അധ്യായം 1 എന്ന മലയാള സിനിമ കാണാനിടയായി. ആ സിനിമയിൽ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാന സീനുണ്ട്. മനുഷ്യൻ്റെ ഉടലും കാക്കയുടെ തലയുമുള്ള ഒരു നിഗൂഢ പ്രതിമ. സമയത്തെയും സ്ഥലത്തെയും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായിട്ടാണ് അതിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സിനിമയിൽ ആ കഥാപാത്രത്തിൻ്റെ പേരോ പശ്ചാത്തലമോ വ്യക്തമാക്കുന്നില്ലെങ്കിലും ഒരു വായനക്കാരൻ എന്ന നിലയിൽ എന്നെ അതെത്തിച്ചത് ഹൈന്ദവ പുരാണങ്ങളിലെ വിസ്മയകരമായ ഒരു കഥാപാത്രത്തിലേക്കാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു പുസ്തകം പോലെയാണ്. ഓരോ പേജും മറിഞ്ഞു പോകുമ്പോൾ കഴിഞ്ഞുപോയ വരികൾ നമുക്ക് ഓർമ്മകൾ മാത്രമാണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ വായനക്കാരനായി മാറിയ ഒരാളുണ്ട്. കാലത്തിൻ്റെ താളുകൾക്കിടയിലൂടെ സ്വതന്ത്രമായി പറക്കുന്ന തത്വജ്ഞാനിയായ ഒരു കാക്ക ബുഷുണ്ടി. ഒരു സാധാരണ കഥയിലെ കഥാപാത്രമല്ല, യുഗങ്ങളെ കടന്ന് നിലകൊള്ളുന്ന സാക്ഷിയാണ് ഈ പുള്ളി. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കൃതയുഗത്തിൻ്റെ അവസാനത്തിലും ത്രേതായുഗത്തിൻ്റെ തുടക്കത്തിലും ഒരിടത്ത് അദ്ദേഹം ജനിച്ചു എന്ന് കരുതപ്പെടുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ജ്ഞാനത്തിലും ഭക്തിയിലും ആണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. പക്ഷേ അതിനൊപ്പം ഒരു ചെറിയ അഹങ്കാരവും ഉണ്ടായിരുന്നു. തൻ്റെ ഗുരുവിനേക്കാൾ താനാണ് ശരിയെന്ന് വിശ്വസിച്ച ആ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. ഗുരുവിനെ അപമാനിച്ചാൽ ശിവനിൽ നിന്ന് ലഭിച്ച ശാപം ആദ്യം ഒരു ശിക്ഷ പോലെ തോന്നി. 1000 മൃഗജന്മങ്ങളും നരകവാസം ആയിരുന്നു ശിക്ഷ. പക്ഷെ അതാണ് അദ്ദേഹത്തെ മാറ്റിയതും രൂപപ്പെടുത്തിയതും. അനേകം ജന്മങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിതവും സമയവും ഒരേപോലെ അല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് ലോമശ മഹർഷിയുമായി ഉണ്ടായ തർക്കം അദ്ദേഹത്തെ ഒരു കാക്കയായി മാറ്റി. എന്നാൽ അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ തുടക്കം. ആ രൂപത്തിൽ അദ്ദേഹം വിനയവും ഭക്തിയും നേടി. ഒടുവിൽ കാലത്തിൻ്റെ അതിരുകൾക്കപ്പുറം നിലകൊള്ളുന്ന ഒരാളായി മാറി. ഇവിടെ നിന്നാണ് കഥ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത്. ബുഷുണ്ടി ഒരിക്കൽ മാത്രം ലോകത്തെ കണ്ടവനല്ല. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിരവധി കൽപ്പങ്ങൾക്കിടയിൽ 11 തവണ രാമായണവും 16 തവണ മഹാഭാരതവും അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഓരോ തവണയും കഥ ഒരേപോലെ അല്ല. ചെറിയ മാറ്റങ്ങൾ, വ്യത്യസ്ത സംഭവങ്ങൾ, ചിലപ്പോൾ കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങൾ പോലും മാറിയിരിക്കും. പക്ഷേ ആ കഥകളുടെ ആത്മാവ് അതൊരുപോലെ തുടരും. ഇത് അദ്ദേഹം ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രമല്ല കണ്ടത്. ചിലപ്പോൾ ദൂരത്ത് നിന്ന് ഒരു സാക്ഷിയെ, ചിലപ്പോൾ സംഭവങ്ങളുടെ നടുവിൽ നിന്നുപോലെ, ചിലപ്പോൾ ദൈവിക ദൃഷ്ടിയിലൂടെ, അങ്ങനെ പല നിലകളിൽ നിന്ന്. രാമായണത്തിലെ സംഭവങ്ങൾ അദ്ദേഹത്തിനൊരു കഥയല്ല, ആവർത്തിച്ച് തുറക്കുന്ന ഒരു ചെയിൻ ഓഫ് ഇവൻസാണ്. മഹാഭാരതവും അതുപോലെ തന്നെ. ഒരേ യുദ്ധം പലതവണ നടക്കുന്നു, പക്ഷേ ഓരോ തവണയും അത് പുതിയ അർത്ഥങ്ങൾ തുറക്കുന്നു. അതുകൊണ്ടാണ് ബുഷുണ്ടി പറയുന്നത്, നമ്മൾ കാണുന്നത് ഒരു പതിപ്പ് മാത്രം, മുഴുവൻ സത്യമല്ല. ഒരു ഘട്ടത്തിൽ അറിവിൻ്റെ അഭിമാനത്തോടെ വന്ന ഗരുഡന് പോലും സംശയമുണ്ടായി. അപ്പോൾ ഗരുഡൻ ബുഷുണ്ടിയോട് ചോദിച്ചു, നീ ഇതെല്ലാം എങ്ങനെ അറിയുന്നു? അതിന് ബുഷുണ്ടിയുടെ മറുപടി ലളിതമായിരുന്നു. അദ്ദേഹം സമയം കടന്ന് യാത്ര ചെയ്തില്ല, പക്ഷേ സമയം തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ തുറന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു ലോകത്ത് രാമൻ ബന്ധിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റൊരിടത്ത് രാമൻ വിജയിക്കുന്നു. ഓരോ പ്രപഞ്ചത്തിലും കഥകൾ ചെറിയൊരു മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അവിടെ രാമനും ബുഷുണ്ടിയും തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. രാമനെക്കുറിച്ച് ബുഷുണ്ടി പറയുമ്പോൾ അതൊരു രാജാവിൻ്റെ കഥയായി മാത്രമല്ല, ഒരു തത്വത്തിൻ്റെ രൂപമായി മാറുന്നു. ഓരോ പ്രാവശ്യം രാമൻ അവതരിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം ഓരോ പ്രപഞ്ചത്തിലും അല്പം വ്യത്യസ്തമാകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഇതിഹാസങ്ങളിലും ചില കഥാപാത്രങ്ങൾ വ്യത്യസ്ത കാലങ്ങളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുവെന്ന് സൂചനകളുണ്ട്. ചിരഞ്ജീവികൾ പോലെ നിലനിൽക്കുന്നവരും കഥകൾക്കിടയിൽ സാക്ഷികളായി കടന്നു വരുന്നവരും. ഇപ്പോൾ ലളിതമായൊരു കാര്യം ചിന്തിക്കൂ. നമുക്ക് ഇഷ്ടമുള്ളൊരു സിനിമ കാണുമ്പോൾ സമയം വേഗം പോകും, ബോറടിച്ചാൽ സമയം നീളും. സമയം ഒരേപോലെ ആയാലും അനുഭവം മാറുന്നു. ഇൻ്റർസ്റ്റെല്ലർ എന്ന സിനിമയിൽ ഒരു ഗ്രഹത്തിൽ ചില മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വർഷങ്ങൾ കടന്നു പോകുന്നു. ഇത് ടൈം ഡയലേഷൻ എന്ന ആശയം. ജനറൽ റിലേറ്റിവിറ്റി പ്രകാരം ഗുരുത്വാകർഷണം സമയം മാറ്റുന്നു.
കാക്ബുഷുണ്ടിയുടെ അനുഭവം ഇതിലും വലിയതാണ്. അദ്ദേഹത്തിന് ഒരു നിമിഷത്തിൽ പല യുഗങ്ങൾ തുറക്കാം, ഒരു ജീവിതത്തിൽ പല ലോകങ്ങൾ കാണാം. ഇത് ടൈം ട്രാവൽ അല്ലെങ്കിൽ പ്രപഞ്ചങ്ങളുടെ ആശയം പോലെയാണ്. പക്ഷെ ഒന്നാലോചിച്ച് നോക്കി, കാലത്തിൻ്റെ ഈ മഹാപ്രവാഹത്തിന് സാക്ഷിയായി കാക്ബുഷുണ്ടി മാത്രമാണ് ഇവിടെയുള്ളത്. ശാപങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടായാലും വിധി നിയോഗം കൊണ്ടായാലും മരണത്തെ തൊടാതെ ഇന്നും നമുക്കിടയിൽ അദൃശ്യരായി ജീവിക്കുന്ന മറ്റു ചിലരില്ലേ? പണ്ട് യുദ്ധക്കളത്തിൽ ചെയ്ത തെറ്റിന് ഇന്നും പ്രായശ്ചിത്തം ചെയ്യുന്നവരോ, അതോ വരാനിരിക്കുന്ന യുഗപുരുഷന് വേണ്ടി കാത്തിരിക്കുന്നവരോ? അവരെക്കുറിച്ചുള്ള കഥകൾ സമയത്തിൻ്റെ മറ്റൊരു അധ്യായമാണ്. അവരൊക്കെ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ടോ?